ആലപ്പുഴ തുമ്പോളിയിൽ മറിഞ്ഞ മീൻപിടുത്ത വള്ളം കരയിലേക്ക് എത്തിച്ചു. മാരാരിക്കുളം സ്വദേശി കുഞ്ഞുമോൻ ഉടമസ്ഥയിലുള്ള ഫാബിൻ എന്ന വള്ളമാണ് മറിഞ്ഞത്. വള്ളത്തിലുണ്ടായിരുന്ന 5 പേരെയും രക്ഷപ്പെടുത്തി. അശ്വിൻ പാലാഴി ആ വാർത്തയുടെ വിവരങ്ങളും ചേരുന്നു. അശ്വിൻ, രക്ഷാദൗത്യം എങ്ങനെയായിരുന്നു? കാശ്മീർ അത്യന്തം ദുഷ്കരമായൊരു രക്ഷാദൗത്യം പൂർത്തിയാക്കിയാണ് അപകടത്തിൽപ്പെട്ട മറിഞ്ഞ വള്ളത്തിലെ ചില മത്സ്യത്തൊഴിലാളികളുമായി ഇപ്പോൾ ഒരു സംഘം മറ്റ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ കരയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു ആലപ്പുഴ തുമ്പോളിക്ക് പടിഞ്ഞാറ് വശത്തുള്ള കടലിൽ അതിശക്തമായ തിരമാലയിൽപ്പെട്ട് ഈ വള്ളം മറിയുകയും അതിലുണ്ടായിരുന്ന 5 മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് വീഴുകയും ചെയ്തത്. അവരെ എന്തായാലും ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ഇനിയും 3 പേർ കൂടി വരാനുണ്ട്. അവർ മറിഞ്ഞ വള്ളം, ഫാബിൻ എന്ന വള്ളം ഇപ്പോഴും കടലിൽ തന്നെ കിടക്കുകയാണ്. അത് തിരികെ കൊണ്ടുവരാനുള്ള ദൗത്യം അവിടെ ഇപ്പോഴും തുടരുന്നു. അതിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അവരുടെ പ്രതികരണം അടക്കം നമുക്ക് ചേട്ടാ എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? വള്ളം കിഴക്കോട്ട് മീനോട്ട് പോരിയായിരുന്നു. മൂരിക്കോടി ചരിഞ്ഞ് മറിഞ്ഞാണ്. നിങ്ങൾ അതിന്റെ പുറത്ത് പിടിച്ചിരിക്കുകയായിരുന്നു? പുറത്ത് ഞങ്ങൾ 3 പേര് പൊന്തേ കയറി, 3 പേര് വള്ളത്തെ പുറത്തും കയറിയിരുന്നു. ഉടൻ തന്നെ കരയിലേക്ക് വിവരം അറിയിക്കും. ഒരു ഫോൺ വെള്ളം പോയി, ബക്കറ്റ് മറിഞ്ഞു പോയി. ഒരു ഫോൺ കയ്യിലുണ്ട്, അത് വിളിച്ചു പറഞ്ഞ കരയിലേക്ക്. എന്തായിരുന്നു ഒരവസ്ഥ? അവിടുത്തെ അവസ്ഥ വെള്ളം മീനെടുത്ത് വലിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇങ്ങനെ ഞങ്ങൾ വള്ളം ഓടിയാണ്. ഇങ്ങനെ ഓടിയപ്പോഴൊക്കെ ഇങ്ങനെ വള്ളം മറിഞ്ഞു പോയി. എന്തായാലും ഇതൊക്കെ ഒരു സ്വാഭാവികമാണ് നിങ്ങളെ സംബന്ധിച്ച്. ഇതിപ്പോൾ നമുക്കറിയാനൊക്കെ ഇല്ല, കാറ്റ് വന്നില്ല. ഈ ചെറിയ കാറ്റിന് അതാണ് തിര വന്നത്. എന്തായാലും രക്ഷപ്പെട്ടത്. പിന്നെ നഷ്ടപരിഹാരം നല്ലതുണ്ട്. വെള്ളത്തിന് കേടുപാട്, എഞ്ചിൻ 2 എഞ്ചിനില്ലേ, പിന്നെ ക്യാമറ, ഇതൊക്കെ ഇല്ലേ. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ജോലി ഇപ്പോഴും നടക്കുക. ഇപ്പോൾ അവിടെ മറ്റേ പോലീസ് ബോട്ടും പോലീസിൻ്റെ ഈ വെള്ളവും വന്നിട്ടുണ്ട്. സമയത്ത് കോസ്റ്റൽ പോലീസിനെയൊക്കെ വിളിച്ചിരുന്നു. ഒരു ഫോൺ ഉണ്ടായതുകൊണ്ട് വിളിച്ചു. അപ്പോൾ ഇവിടെ കരക്ക് വിളിച്ചപ്പോൾ എടുക്കുക, വിവരം അറിയിക്കുമല്ലോ. അപ്പം കരയിൽ അകത്ത് കടലിലുള്ള 3 പേർ കൂടി ഉണ്ടല്ലേ? ഉണ്ട്, സുരക്ഷിതരാണ്. വള്ളത്തിലുണ്ട്, അത് സുരക്ഷിത. ഈ കരയിൽ നിന്ന് ആളുകൾ എത്തിയത് കൊണ്ട് വലിയ അല്ലെ അങ്ങനെ പോവല്ലോ, ഒഴിവ് പോകത്തില്ല. കാശ്മീർ എന്തായാലും വള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ 3 പേരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവരുടെ പ്രതികരണമാണ് കേട്ടത്. അത്യന്തം ദുഷ്കരമായൊരു സാഹചര്യത്തിലേക്കാണ് അവർ പെട്ടുപോയത് എന്നുള്ളത് അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇപ്പോഴും കടല് അശാന്തമാണ്, വലിയ തോതിൽ തിരമാലകൾ അടിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള തിരമാലയിലേക്കാണ് അവർ പെട്ടുപോയത്. എന്തായാലും ആ വള്ളം ഇപ്പോഴും കടലിൽ കിടക്കുകയാണ്. അതിൽ പോയ 3 പേർ കൂടി അതിലുണ്ട്. അവർ ആ വള്ളം, അതിൻ്റെ മോട്ടറടക്കം നശിച്ചു എന്നാണ് പറയുന്നത്. അതിലെ ക്യാമറകളടക്കം നശിച്ചു, വള്ളം പൂർണ്ണമായും മറിഞ്ഞു. ഒരുപക്ഷേ ഈ കോസ്റ്റൽ പോലീസിനെ വിളിച്ചിട്ട് അവർ കൃത്യസമയത്ത് എത്തിയില്ല, മറുപടി തന്നില്ല എന്നൊരു പരാതി അവർ പറയുന്നുണ്ട്. കൃത്യസമയത്ത് തന്നെ കരയിലുള്ള മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളവുമായാണ് കടലിലേക്ക് പോയത്. കൃത്യസമയത്ത് എത്തിയത് കൊണ്ട് വള്ളം ഒരുപാട് ആഴക്കടലിലേക്ക് പോകാതെ, ഉൾക്കടലിലേക്ക് വീഴാതെ രക്ഷിച്ച് ഇവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ആശങ്കകൾക്കൊടുവിൽ ആശ്വാസ തീരത്താണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എത്തിയിരിക്കുന്നത്. കടലിൽ കിടക്കുന്ന വള്ളം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് കൊണ്ടുവരും. അതിനുള്ള ആളുകൾ ഇപ്പോഴും ഉൾക്കടലിലേക്ക് പോവുകയാണ്. അവരുടെ തയ്യാറെടുപ്പുകളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ആശ്വാസത്തിൻ്റെ വാർത്തയാണ് ഹാഷ്മി. അതിൻ്റെ അവസാനം, അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഓക്കെ, മാരാരിക്കുളം സ്വദേശി കുഞ്ഞുമോൻ്റെ ഉടമസ്ഥയിലുള്ള ഫാബിൻ എന്ന വള്ളമായിരുന്നു മറിഞ്ഞത്. വള്ളത്തിലുണ്ടായ 5 പേർ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.